നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നു. ജനങ്ങളുടെ കാശ് കുറെ പോകുന്നു. വോട്ട് ചെയ്ത് ലാൽ ജോസ്. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്നും ഇങ്ങനെ ജനങ്ങളുടെ കാശ് കുറെ പോകുന്നുണ്ടെന്നും സിനിമാ സംവിധായകൻ ലാൽ ജോസ്. കൊണ്ടാഴി പഞ്ചായത്തിലെ മായന്നൂർ LP സ്കൂളിലെ 97-ാം ബൂത്തിൽ ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. ചേലക്കരയിൽ വികസനം വേണം, സ്കൂളുകൾ മെച്ചപ്പെട്ടു, പക്ഷേ റോഡുകൾ ഇനിയും മെച്ചപ്പെടണം. തുടർച്ചയായി ഭരിക്കുമ്പോൾ പരാതികൾ ഉണ്ടാകും. തനിക്ക് സർക്കാരിനെതിരെ പരാതിയില്ല. ചേലക്കരയിലെ മത്സരം പ്രവചനാതീതമാണെന്നും ലാൽ ജോസ് പറഞ്ഞു. ബുൾഡോസർ രാജ്, കേന്ദ്രത്തിന് തിരിച്ചടി, രൂക്ഷ വിമർശനവും. ബുൾഡോസർ രാജിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കേസിൽ പ്രതിയായാൽ വീടുകൾ പൊളിക്കരുത്, വീട് നിൽക്കുന്ന സ്ഥലം അനധികൃതമാണെങ്കിൽ നോട്ടീസ് നൽകാമെന്നും കോടതി വ്യക്തമാക്കി. സർക്കാർ സംവിധാനത്തിന് ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് എങ്ങനെ പറയാനാകുമെന്നും സുപ്രീം കോടതി ചോദിച്ചു. പ്രതികളുടെ വീടുകൾ തകർക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. വ്യക്തി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് സർക്കാരിന് എങ്ങനെ പറയാനാകും? അങ്ങനെ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. കോടതിയുടെ ജോലി സർക്കാർ ഏറ്റെടുക്കേണ്ട. പാർപ്പിടം ജന്മാവകാശമാണെന്നും കോടതി വ്യക്തമാക്കി. ഏലൂരിൽ യുവാവിനെ പുഴയിൽ വീണ് കാണാതായി. കളമശ്ശേരി സ്വദേശി നിതിനെയാണ് കാണാതായത്. ഏലൂർ മേത്താനം പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് വീഴുകയായിരുന്നു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. സഹോദരനോടൊപ്പം പാലത്തിന് മുകളിൽ നിൽക്കവെയാണ് അപകടം. സ്കൂബ ടീമും നാട്ടുകാരും പുഴയിൽ തിരച്ചിൽ തുടരുകയാണ്. ട്രെയിൻ തട്ടി അപകടം, യുവതിയുടെ കാലുകൾ അറ്റുപോയി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി യുവതിയുടെ കാലുകൾ അറ്റുപോയി. ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടിയാണ് അപകടം സംഭവിച്ചത്. വേളി കോർബ എക്സ്പ്രസ് ആണ് തട്ടിയത്. ഗുരുതര പരിക്കുകളുമായി യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസുകാർക്കെതിരായ വീട്ടമ്മയുടെ പീഡന പരാതി. കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസുകാർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. CI വിനോദിന്റെ ഹർജിയിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. SP സുജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. മലപ്പുറം മുൻ SP സുജിത്ത് ദാസ്, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ പീഡിപ്പിച്ചെന്നും തിരൂർ മുൻ DYSP VV ബെന്നി എന്നിവർക്കെതിരെയായിരുന്നു യുവതിയുടെ പരാതി. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയ തന്നെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി.